Hello, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ടെൻഷനും കുറച്ച് വിഷമവും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. വേറെ ഒന്നല്ല, ഇന്ന് എൻ്റെ പല്ല് പൊരിക്കാൻ പോവാണ്. അപ്പോൾ ഒരാഴ്ച ഞാൻ ഇതും കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു. കാരണം പഴുപ്പൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ടാബ്ലറ്റ് എല്ലാം കുടിച്ച് ഓക്കെ ആയി വന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പല്ല് പൊരിക്കേണ്ട ദിവസമാണ്. അപ്പോൾ പല്ല് പൊരിക്കൽ പല്ലിന് പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ചോക്ലേറ്റ്, ബേക്കറി ഐറ്റംസ്, എന്തെങ്കിലും മധുരം കഴിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് വിചാരം. പക്ഷെ പല കാരണങ്ങളാലും നമുക്ക് പല്ലുവേദന വരും കേട്ടോ. എനിക്കിപ്പോ വന്ന പല്ലുവേദന എന്ന് വെച്ചാൽ വലിയൊരു കഥയാണ്. കഥ എല്ലാവർക്കും ഇപ്പൊ ലാസ്റ്റിലായിട്ടൊരു പല്ല് വരുമല്ലോ, ആ പല്ല് എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഉള്ളിലുള്ളത്. അപ്പൊ ആ പല്ല് എന്ന് വെച്ചാൽ എനിക്ക് ബ്രഷ് ചെയ്യുമ്പോൾ അവിടെ ബ്രഷ് തട്ടൂല. അപ്പൊ അങ്ങനത്തെ സീനൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞ് ആ പല്ലിനെ എടുത്താളയണം. കാരണം അവിടെ ഫുഡ് എങ്ങനെയായാലും കുടുങ്ങും, നമുക്കത് വായ കഴുകുമ്പോൾ ഒന്നും ആ ഫുഡൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റൂല, അവിടെ ബ്രഷ് തട്ടിക്കാൻ പറ്റൂല. അപ്പൊ എന്തായാലും ഇവിടെ കേട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മുന്നിലേത്തെ ഫ്രഷ് ആയിട്ടുള്ള പല്ലിനൊക്കെ ആ കേട് ബാധിക്കും. അപ്പൊ വേഗം തന്നെ ഇത് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് എക്സ്റേ എടുക്കാൻ പോയി. എക്സ്റേ എടുക്കാൻ പോയാലും കുറച്ച് ഭാഗം മാത്രം പുറത്ത്, കുറച്ച് ഉള്ളിലാണ് വരുന്നത്. ആ ഉള്ളിലുള്ളത് ഞരവ് ടച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ഞരവ് ടച്ച് ചെയ്ത് വരുന്ന പല്ലെടുക്കുമ്പോൾ ഞരവ് എന്തായാലും തൊടുവല്ലോ. അപ്പൊ ഈ ഭാഗങ്ങൾ തരിപ്പ് വരും. തരിപ്പ് വരുന്ന വെച്ചാൽ ചിലവർക്ക് കുറച്ച് കാലം മാത്രം, ചിലവർക്ക് ജീവിതകാലം മുഴുവൻ തരിപ്പായിരിക്കും. നമ്മൾ കവിളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അറിയൂല, ഇങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അത് കേട്ട് പേടിച്ചിട്ട് ഞാൻ വിചാരിച്ച പല്ലെടുക്കണ്ട. കാരണം ഇപ്പൊ എനിക്ക് ആ പല്ലിന് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞത് ഭാവിയിൽ എന്തായാലും നിങ്ങൾക്ക് വേദന വരും, കേട് വരാൻ ചാൻസ് ഉണ്ട്, അപ്പം വേഗം തന്നെ എടുത്തോ. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് ഞാനത് വേണ്ട വെച്ച് വെച്ചതാ. പക്ഷെ ആ പല്ല് കാരണം എനിക്ക് വേറൊരു പല്ലിന് കേട് വന്ന്. ഇപ്പൊ ആ പല്ലും കൊണ്ടാണ് പ്രശ്നം. പെട്ടെന്ന് വേദന വന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ പെട്ടെന്ന് വേദന വന്ന സമയത്ത് അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ കാണിക്കാൻ പോയി നോക്കുമ്പോൾ അവിടെ പഴുപ്പ്. അപ്പൊ ആ പല്ല് എന്തായാലും എടുക്കണം എന്ന് ഡോക്ടർ പറഞ്ഞ്, നല്ലോണം ആയിട്ടുണ്ട് പറഞ്ഞ്. അങ്ങനെ ഒരാഴ്ച ഇപ്പൊ നല്ല വേദനയൊക്കെ ആയിരുന്നു. അങ്ങനെ ആ പഴുപ്പ് ഉണങ്ങേണ്ട മരുന്നൊക്കെ തന്ന് അങ്ങനെ ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് ഇന്നാണ് പല്ല് പൊരിക്കാൻ പോകേണ്ട ദിവസം. അങ്ങനെ ഇന്ന് പല്ല് പൊരിക്കാൻ പോന്നാണ്. അപ്പൊ അനക്ക് എന്തായാലും ഇനിയിപ്പോ പല്ല് പൊരിച്ച് വന്നാൽ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയാൻ പറ്റൂല. അപ്പൊ നേരെ ഇനിയിപ്പോ പല്ല് പൊരിക്കാൻ പോകുന്നതാണ്. ഉച്ചക്ക് ശേഷമാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ എനിക്ക് ടൈം കിട്ടിയത് ഒരു 11:30 സമയത്ത് അവിടെ എത്താനാണ്. എന്നിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റൂല. ഇനിയിപ്പോ പല്ല് പൊരിച്ച് വന്നാലും ഫുഡൊന്നും കഴിക്കാൻ പറ്റൂല. എന്താവുന്നൊന്നും അറിയില്ല. ശരിക്കും ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക്. എന്തായാലും ഒരു പല്ല് പൊരിക്കാൻ പോകുമ്പോൾ ആർക്കായാലും ഒരു ടെൻഷൻ ഉണ്ടാവല്ലോ, ആ ടെൻഷൻ എന്തായാലും ഉണ്ട്. അപ്പൊ ബാക്കി വിശേഷമെല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. എന്തായാലും പല്ല് പൊരിക്കുന്നതിന്റെ ഒന്നും ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. കാരണം അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്തിനാ അതിൽ പോയി വെറുതെ ബുദ്ധിമുട്ടാക്കുന്നല്ലേ. അപ്പൊ അങ്ങനത്തെ ഒന്നും എടുക്കുന്നില്ല. എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം ബാക്കി വിശേഷമൊക്കെ കാണേ. ബാ. അങ്ങനെ നമ്മൾ നേരെ ക്ലിനിക്കിലെത്തിയ ഈ കാണുന്ന ചേച്ചിയിലെ ഇത് ഡോക്ടറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നേഴ്സാണ്. ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റ് ആയിരുന്നേ, എന്നാൽ അവിടെ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയ ഉടനെ ഡോക്ടർ ഉള്ളിലേക്ക് വിളിച്ചിരുന്നേ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം തന്റെ പല്ലൊക്കെ പൊരിച്ചിട്ട് ഇതാ നേരെ ഇറങ്ങുന്നതാണ്. അങ്ങനെ പഴുപ്പ് ഉണങ്ങേണ്ട മരുന്നും വേദനേന്റെ മരുന്നും ഒക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടെ. ഡോക്ടർ പറഞ്ഞത് 1 മണിക്കൂർ നമ്മൾ ആ പല്ല് പൊരിച്ച ആ ഭാഗത്ത് പഞ്ഞി ഇങ്ങനെ കടിച്ചമർത്തി പിടിച്ച് നിൽക്കാനാണ് പറഞ്ഞത്. പിന്നെ ഡോക്ടർ പറഞ്ഞേക്കുന്നത് വീട്ടിലെത്തിയ ഉടനെ ഐസും കട്ട നന്നായിട്ട് കവിളത്ത് ഇങ്ങനെ വെക്കാൻ പറഞ്ഞായിരുന്നേ. അപ്പൊ നമ്മളെ ആ വീക്കം കുറച്ച് കുറയുമെന്ന് പറഞ്ഞേ. അങ്ങനെ ഞാൻ കുറച്ച് ഐസും കട്ടയൊക്കെ കവിളത്ത് ഇങ്ങനെ വെക്കുന്നതാണ്. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും തണുത്ത ജ്യൂസോ ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് ഉടൻ തന്നെ നമ്മൾ വേദനന്റെ ഒരു ഗുളിക എടുത്ത് കുടിക്കാൻ പറഞ്ഞേ. അപ്പൊ എന്റെ കയ്യിൽ ഐസ്ക്രീം ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ 2 ഐസ്ക്രീം കഴിച്ചേ. അതായത് എന്റെ കയ്യിൽ കപ്പ് ഐസ്ക്രീം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ എത്രമാത്രം ക്വാണ്ടിറ്റി ഉണ്ടാകുക നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് തന്നെ ഒന്ന് എന്തായാലും കഴിച്ചാൽ എവിടെയും ആവില്ല, അതുകൊണ്ട് 2 ഐസ്ക്രീം എടുത്ത് കഴിച്ചേ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പല്ല് പൊരിച്ച് 2 ദിവസത്തിന് ശേഷമാണ് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ഒക്കെ കൊടുത്തത്. എനിക്ക് 2 ദിവസം നല്ല വേദനയും കാര്യങ്ങൾ, തലവേദന, ക്ഷീണമൊക്കെ ആയിരുന്നേ. അപ്പൊ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഞാൻ അമ്മയോടാണ് ഈ പറയുന്നത്. അതായത് എന്റെ കവിള് കുറച്ച് വീങ്ങിയിരുന്നേ. അപ്പൊ എനിക്കത് നന്നായിട്ടൊരു വീങ്ങിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പൊ അവിടെ വേദന അതൊക്കെ ഞാൻ അമ്മയോട് ഇങ്ങനെ പറയായിരുന്നേ. അതായത് എനിക്ക് 2 ഭാഗത്ത് സൂചി വെച്ചായിരുന്നേ, ഒന്ന് മുകളിലും ഒന്ന് മോണയുടെ സൈഡായിട്ട്. അപ്പൊ 2 ഭാഗത്ത് നല്ല വേദനയായിരുന്നേ. എനിക്കൊന്നും ഇറക്കാൻ പറ്റുന്നില്ല, അത്രക്കും നല്ല വേദന. കാരണം ആ ഒരു പല്ല് സ്ട്രോങ് ഉള്ള പല്ലായിരുന്നേ. അപ്പൊ നല്ലോണം ആട്ടിയിട്ടായിരുന്നു ഡോക്ടർക്ക് അത് പൊരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചതിന് ശേഷം അമ്മ ഓട്സ് ആക്കി തന്നെ. അത് ഞാനൊരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓട്സ് കുടിച്ചേ. ഓട്സ് ഒന്നും എനിക്ക് അങ്ങനെ ഇറക്കാൻ പറ്റില്ല, കാരണം ഈ നമ്മളിങ്ങനെ ഇറക്കുമ്പോൾ നമ്മളെ നാവ് തൊട്ട് മുകളിലല്ലേ തട്ടുന്നത്. അപ്പൊ അവിടെയാണ് സൂചി വെച്ചത്. അപ്പൊ അവിടെ നാവ് തട്ടുമ്പോൾ നല്ല വേദനയായിരുന്നേ. പക്ഷെ കുടിക്കാതെ രക്ഷയില്ലല്ലോ, എന്താ വെച്ചാൽ ചോറൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എങ്ങനെയല്ലോ ഓട്സ് കുടിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ. ഓക്കെ, ബൈ.